വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം എൻ്റെ കൂടെ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ദിവ്യാരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ പദ്ധതികൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ വിഷയത്തിൻ്റെ മേൽ സാക്ഷ്യമാക്കുന്നല്ലോ. സകലത്തിൻ്റെ മീതെ ദൈവം നമ്മളെ അത്ഭുതമാക്കുന്ന ദൈവത്തിൻ്റെ ആ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് പിന്നെയും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചന ചിന്തകളെ ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ കേട്ട വചന ചിന്ത നമ്മൾ എന്തിനെ പറ്റിയുള്ളതാണ്? നന്മയുടെ ഉറവിടം ദൈവരാജ്യമാകുന്നു. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ദൈവരാജ്യത്തിൽ നിന്നാണ് സകല കാര്യങ്ങൾക്കും പരിഹാരം വരുന്നത്. ശിഷ്യന്മാരെ കൂടാണ്ട് 70 പേരെ തെരഞ്ഞെടുത്തു യേശു. നമ്മൾ ഇന്നലെ 70 പേരെ തിരഞ്ഞെടുത്ത ദൈവികമായ രോഗസൗഖ്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നലെ കേൾക്കാൻ ഇടയായിത്തീർന്നത്. എന്തുകൊണ്ട് രോഗങ്ങൾ മാറുന്നു, എന്തുകൊണ്ട് രോഗസൗഖ്യം നമുക്ക് ഇത്രയും വേണ്ടപ്പെട്ടതാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇന്നേയും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നമുക്ക് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം തുടർമാനമായിട്ട് നമ്മൾ ധ്യാനിച്ചു വരുന്നു. ഇന്നും ദൈവവചനത്തിൽ നിന്ന് അല്പനേരം നമുക്ക് വചനങ്ങളെ ധ്യാനിക്കാം. കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നില്ല. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പായി വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ആ വാക്യം ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യമാണ് അവിടെ വിഷയം. അതിന് 1 മുതൽ താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവിടെ കർത്താവിൻ്റെ ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോഴാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് ഈ വചനങ്ങളൊക്കെ കർത്താവ് പറഞ്ഞു വന്നിരിക്കുന്നത്. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അർദ്ധരാത്രിക്ക് അവൻ തൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അല്പം വായ്പ തരണം. എൻ്റെ സ്നേഹിതൻ വഴിയിൽ എൻ്റെ അടുക്കൽ വന്ന് അവനെ വിളമ്പി കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. നിങ്ങളുടെ വീട്ടിലോട്ട് പെട്ടെന്ന് അർത്ഥസമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു സമയത്ത് ഒരു വിരുന്നുകാർ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടാണ് അവർ വന്നത്. നിങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് ഒന്നുമില്ല. ആ സമയത്ത് കടയല്ല, അടച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും നമ്മൾ വിളിച്ചാൽ നമ്മൾ കേൾക്കുന്ന, നമ്മൾ ചോദിച്ചാൽ തരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തോ അയൽവക്കക്കാരനടുത്തോട്ടോ നമ്മൾ പെട്ടെന്ന് ഓടിച്ചെല്ലും. ഈ ഒരു സന്ദർഭം ക്രിസ്തു പറയുകയാണ്, മറന്നുപോകരുത്, ദൈവരാജ്യമാണ് വിഷയം. ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് കർത്താവ് പറയുകയാണ്, ഒരു സ്നേഹിതൻ, നിങ്ങൾക്കൊരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, ആ സ്നേഹിതൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ വന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് അർദ്ധരാത്രിയിൽ ഒരു ഗസ്റ്റ് എൻ്റെ വീട്ടിലോട്ട് വന്നു. അവൻ എൻ്റെ സ്നേഹിതനാണ്, എനിക്ക് അവൻ ആഹാരം കൊടുക്കണം. പക്ഷെ എൻ്റെ വീട്ടിൽ ഒന്നുമില്ല. അങ്ങനെ നീ എന്ത് ചെയ്യണം? എന്നെ ഒന്ന് സഹായിക്കണം, 3 അപ്പം തന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ 7-ാമത്തെ വാക്യത്തിൽ അവിടെ ഇതിൻ്റെ ബാക്കി ഭാഗം പറയുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തരുതേ, കതക് അടച്ചിട്ടിരിക്കുന്നു, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല, അകത്തുനിന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ സ്നേഹിതൻ പറയുകയാണ്, അപ്പോൾ നമ്മൾ
അതായത് ഒരു പിതാവിൻ്റെ അടുക്കൽ 3 പിള്ളേർ കിടക്കുന്നു. അവത്തിൽ ഒരു പയ്യൻ ഇങ്ങനെ ചിന്തിക്കുക, ആ പിതാവിൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ സ്നേഹിതൻ പറഞ്ഞിരിക്കുന്നത്, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, എനിക്ക് എഴുന്നേറ്റ് വന്ന് തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അതായത് അർദ്ധരാത്രിയാണ്, എല്ലാ തലമുറകളും ഉറങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, എനിക്ക് പുറത്തേക്ക് വന്ന് നിനക്ക് അപ്പം തരുവാൻ കഴിയത്തില്ല. അവൻ സ്നേഹിതനായതുകൊണ്ട്, നോക്കി, അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും, നോക്കി, എണീറ്റ് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കിക്കേ, ഈ എന്തൊക്കെ എക്സ്ക്യൂസുകൾ പറഞ്ഞാലും നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങളുടെ സ്നേഹിതനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? നിങ്ങൾ ഒരു വീട്ടിലോട്ട് ഓടിച്ചെന്ന് അർദ്ധരാത്രി ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങളകത്തൊരു ഉറപ്പുണ്ട്, ആ സ്നേഹിതൻ എനിക്ക് ഉപകാരം ചെയ്യും. ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമാണെങ്കിലും നമുക്കറിയാം, അതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ ഏതൊരാവശ്യത്തിനും, നമ്മൾ ഏത് പാതിരാത്രിക്കും വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരാൾ, ഏതാവശ്യത്തിനും നമ്മളെ സഹായിക്കുന്ന ഒരാൾ, അതാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സ്നേഹിതൻ അവിടെ എന്ത് ചെയ്യുന്നു? ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം. അപ്പം ഇവിടുന്ന് ഇറങ്ങി വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടും നമുക്കറിയാം, മറ്റു സുവിശേഷ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്, പിന്നെയും അവൻ നിർബന്ധിച്ചത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ഇറങ്ങി വന്നത് കൊടുത്തു എന്നാ പറയുന്നത്. എന്നാലോചിച്ച് നോക്കി. എന്നിട്ട് കർത്താവ് താഴേക്ക് വരുമ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണ്, യാചിക്കുക എന്നല്ല, ചോദിക്കുക എന്ന്, കേട്ടോ. ചോദിക്കുന്നവന് കിട്ടും, അന്വേഷിക്കുന്നവൻ എന്നാൽ ചോദിപ്പിൻ എന്നാൽ കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കും. എന്നിട്ട് പറയാണ്, ചോദിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നത് ഏവനും കണ്ടെത്തും, മുട്ടുവൻ ഏതും തുറക്കപ്പെടും എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഈ വചനമൊക്കെ ഉപയോഗിക്കുന്നത് നോർമലി നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, മുട്ടിക്കൊണ്ടിരിക്കണം, ഏതെങ്കിലും വഴി തുറക്കും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം വെച്ച് പറയുവല്ല, വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇൻ്റർവ്യൂ നമുക്ക് കിട്ടുന്ന വരെ നമ്മൾ അന്വേഷിക്കാം. പക്ഷേ അതിനു വേണ്ടിയുള്ള വചനമല്ല ഇത്. തുടക്കം മുതൽ, ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ മുതൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം യേശു സംസാരിച്ചു വന്നപ്പോഴാണ് ഇവിടെ കർത്താവ് സ്നേഹത്തെ പരിചയപ്പെടുത്തുവാണ്. തൻ്റെ സ്നേഹിതൻ ലജ്ജ കൂടാതെ ആ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് മറ്റേ സ്നേഹിതൻ എന്ത് ചെയ്തു? വാതിൽ തുറന്ന് അപ്പം കൊടുത്തു എന്ന് വചനത്തിൽ മറ്റു സുവിശേഷ ഭാഗത്ത് പറയുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുന്നത്, ചോദിക്കുന്നവന് കിട്ടും, അന്വേഷിക്കുന്നവന് കണ്ടെത്തും, മുട്ടുമിന്ന് തുറക്കപ്പെടും. അപ്പം ഇവിടെ ഈ ദൈവരാജ്യത്തിൻ്റെ വലിയ മർമ്മത്തെ പറ്റിയാണ് കർത്താവ് പറഞ്ഞത്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും കിട്ടും. പിന്നെയും കർത്താവ് ദൈവരാജ്യം മറഞ്ഞിരിക്കുന്ന ഒരു വയലിൽ മറഞ്ഞിരിക്കുന്ന ഒരു നിധി പോലെയാണ്, അന്വേഷിക്കുന്നവർക്കത് കണ്ടെത്തും. ഇനി മുട്ടുവിൻ തുറക്കപ്പെടും. നമുക്കറിയാം, യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. നോക്കിക്കേ, ഞാൻ വാതിലാകുന്നു, എന്നെ കൂടാതെ ആർക്കും പിതാവെങ്കിലേക്ക് പോകുവാൻ കഴിയത്തില്ല. അപ്പം ഈ ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ 3 കാര്യങ്ങൾ യേശുക്രിസ്തു പറയുന്നത്. ചോദിക്കുന്നവന് ലഭിക്കും, അന്വേഷിക്കുന്നവന് കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അതിൻ്റെ കാരണം യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ദൈവരാജ്യത്തിൽ നിങ്ങളെയും എന്നെയും പ്രവേശിപ്പിക്കണം. എന്നിട്ട് താഴേക്ക് പിന്നെയും കർത്താവ് പറയുകയാണ്, ഈ വാക്യം നോക്കിയേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? ഇപ്പം നിങ്ങൾ നോക്കിയാൽ പെട്ടെന്ന് സ്നേഹിതൻ മാറിയിട്ട് പെട്ടെന്ന് യേശുക്രിസ്തു അവിടെ അപ്പൻ എന്നൊരു വാക്ക് പിതാവിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം, പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഇപ്പം നോക്കി, 1-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൽ തുടങ്ങി, പിന്നെ താഴേക്ക് വന്നപ്പോൾ സ്നേഹിതന്റെ ഉപമയിലേക്ക് പോയി, പിന്നെ വന്നപ്പം ആ ഉപമയുടെ ബാക്കിയായിട്ട് യേശു പറഞ്ഞു പിതാവായ ദൈവം. അപ്പം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭവും അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണിത്. ഇത് നമ്മളുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾ നോക്കിയേ, യേശുക്രിസ്തു ഇത് പറയുന്ന സമയത്ത്
ഈ വചനം നോക്കിക്കോണം. ബൈബിൾ പറയും, നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. യേശു ഇത് പറയുന്ന സമയത്ത്, യേശു ഈ വചനം പറയുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ? നിങ്ങൾ യേശുവിന്റെ മക്കളാണോ? അതെ അതെ. അതെ അല്ല, പറയുന്ന സമയത്ത് അല്ല, ആയിട്ടില്ല. അല്ല 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 ചെയ്തിട്ടില്ല. അല്ല ബ്രദറെ. കർത്താവ് ഇത് പറയുന്ന സമയത്ത് ഇവിടെ ദൈവത്തിന്റെ മക്കൾ ആയിട്ടില്ല. തെളിവ് ഞാൻ പറയാം. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. ഗലാത്യ ലേഖനം നോക്കിയേ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴെ ജനിച്ചവനായി നിയോഗിച്ച് അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നോക്കി, നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് യേശു എന്ത് ചെയ്തു? സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു. അപ്പൊ യേശു എന്തിനാണ് കന്യകയിൽ ഗർഭം ധരിച്ച്? എന്തിനു വേണ്ടി? ഒന്ന് പറ. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് കന്യകയായ ഒരു സ്ത്രീയിൽ ജനിച്ചത്? നാം പുത്രത്വം പ്രാപിക്കും. നിങ്ങൾ പുത്രത്വം പ്രാപിക്കാൻ, പുരുഷന്റെ ഇഷ്ടപ്രകാരം നമുക്ക് നിങ്ങൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് കർത്താവ് എന്ത് ചെയ്തു? സ്ത്രീയുടെ സന്തതിയായി, പാപമറിയാത്ത യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പാപം ചുമക്കേണ്ടതിന് സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് ജനിച്ചു. നോക്കി, അപ്പൊ കർത്താവ് ജനിച്ചത് തന്നെ നിങ്ങളെ പുത്രനാക്കാൻ. അപ്പൊ നിങ്ങൾ പുത്രന്മാരല്ല, നിങ്ങൾ പാപത്തിന്റെ കീഴെയുള്ളവർ. അപ്പൊ നിങ്ങൾ പാപികളായിരുന്നു. ഒരിക്കലും ഒരു പാപിക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയത്തില്ല. നീതിമാന്മാരാണ് ദൈവത്തിന്റെ മക്കള്. അപ്പൊ നിങ്ങളെ നീതിമാന്മാരാക്കി ദൈവരാജ്യത്തിൽ കയറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന പുത്രത്വം. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും? നിങ്ങൾ നോക്കിയേ, ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ മതി. തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്ന് കർത്താവ് അവിടെ പറയുന്നത്. നിങ്ങൾ ആ വാക്യം നോക്കി. എന്താണ് ഈ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്ന് പറയാൻ കാരണം എന്നറിയാവോ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിക്കുമ്പോൾ, നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ബലം പ്രാപിക്കണം. അപ്പാ പിതാവേ എന്ന് വിളിച്ച്, അപ്പ എനിക്ക് ആവശ്യം നടത്തി തരണം, അപ്പ എന്നെ പിതാവേ, അപ്പ എന്നെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ വചനം നോക്കിയാൽ മതി. ഞങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, നിങ്ങൾ നോക്കി ഈ വാക്യം നോക്കി, 15-ാമത്തെ വാക്യം നോക്കി, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. പുത്രന്റെ ആത്മാവ്. ഇനി നിങ്ങൾ ഈ വാക്യത്തിലേക്ക് വന്ന് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കും. എന്തിനാ പരിശുദ്ധാത്മാവിനെ തരുന്നറിയാവോ? പുത്രന്റെ ആത്മാവാകാൻ വേണ്ടി. നിങ്ങൾ പുത്രന്മാരാകണമെങ്കിൽ പുത്രന്റെ ആത്മാവ് നിങ്ങളുടെ വേണം. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അകത്ത് വ്യാപരിച്ച പുത്രത്വത്തിന്റെ ആത്മാവാണ് നിങ്ങളുടെ മേൽ വരുന്നത്. ഇനി നിങ്ങൾ ഗലാത്യ ലേഖനം വായിച്ച് ഈ വാക്യം നോക്കി. ഇനി നീ ദാസനല്ല, പുത്രൻ അത്രേ. നിങ്ങൾ നോക്കിയേ. അപ്പൊ യേശു ക്രിസ്തു ആ വചനം പറയുന്ന സമയത്ത് നമ്മൾ ആരായിരുന്നു? നമ്മൾ ദാസന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം പറയുന്നത്, ഇനി നീ ദാസനല്ല, പുത്രൻ അത്രേ. പുത്രനെങ്കിലോ ഞാൻ അവകാശി അത്രേ. അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളും, ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ കൊടുത്തിരിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങളും, സകല കാര്യത്തിലും എനിക്ക് അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളല്ല ഞാൻ. പകരം ഞാൻ ആ അത്ഭുതത്തിന്റെ അവകാശിയാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ അത്ഭുതത്തിന് അവകാശിയാന്ന് പറ. ഞാൻ അത്ഭുതത്തിന് അവകാശിയാണ്. ആമേൻ. ആമേൻ. അപ്പൊ ഈ അത്ഭുതത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് കർത്താവ് ഉണക്കുന്നത്, അന്വേഷിക്കണം ഈ ദൈവരാജ്യത്തെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞുകൊണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും കിട്ടും. നോക്കിയേ, ആ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഞാൻ വേഗത്തിൽ കൊണ്ടുപോകാം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സകലതും കിട്ടും. അപ്പൊ സകലതും കിട്ടാൻ നാം എന്താണ് അന്വേഷിക്കേണ്ടത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വാക്യം നോക്കിയേ, മത്തായിയുടെ സുവിശേഷം അവിടെ 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം കണ്ടോ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. നോക്കിയ, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും.
ചോദിപ്പിൻ എന്നാൽ കിട്ടും. ഇതെല്ലാം കേൾക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു ലൂക്കോസ്ലീഹായുടെ സുവിശേഷം തുടങ്ങിയിരിക്കുന്നത് ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണം. ഈ രാജ്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സ്നേഹത്തിന്റെ ഉപമ പറയുവാണ്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും തരുന്ന ഒരു സ്നേഹിതൻ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കാത്ത പിതാവ്. ഇത് രണ്ടും കണക്ട് ചെയ്ത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾ ദൈവസന്നിധിയിൽ ചോദിച്ചാൽ കർത്താവിന് തരാതിരിക്കാൻ കഴിയത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കത്തില്ലേ, ബ്രദറെ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ ബ്രദറെ, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ ബ്രദറെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഈ വാക്യം കൊണ്ടേ, അവൻ്റെ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും, നോക്കി, അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കും. നോക്കി, കൊടുക്കത്തില്ലെന്ന് നമുക്കറിയാം. ഇവിടെ ഉപമ പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, 3 പിള്ളേരുമായിട്ട് കിടന്നുറങ്ങുന്ന പിതാവ്, ആ പിതാവിന് എഴുന്നേറ്റ് അർദ്ധരാത്രി സമയമാണ്, അദ്ദേഹം ചിലപ്പോൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുമായിരിക്കും, ഈ രാത്രിയിൽ എണീറ്റ് വന്ന് സ്നേഹിതനെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും ആ സ്നേഹിതൻ ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് കിട്ടണം കേട്ടോ, എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം അവന് വേണ്ടുവോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറയുക. ഇതാണ് ദൈവരാജ്യം. അപ്പൊ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, പിതാവേ എനിക്ക് ആ വിഷയത്തിൻ്റെ മേൽ, പിതാവ് എനിക്കൊരു സമാധാനം വേണം, പിതാവേ എനിക്ക് ആ വിഷയത്തിൻ്റെ മേൽ, പിതാവ് എനിക്കൊരു അത്ഭുതം വേണം കർത്താവേ, ഞാൻ അവകാശിയാണ്. അങ്ങനെ പറയണം, ഞാൻ അവകാശിയാണപ്പാ, ഞാൻ അങ്ങയുടെ അത്ഭുതത്തിന് അവകാശിയാണ് കർത്താവേ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ ഏത് പ്രതികൂലത്തിൻ്റെ അകത്ത് നിൽക്കുന്നോ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഇപ്പൊ ദൈവരാജ്യത്തെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്? ദൈവരാജ്യത്തിൽ നിങ്ങൾ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എപ്പോഴാണോ, ഇവിടെ നിങ്ങളെ വാക്യം നോക്കി, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം. എന്താണ് ഈ ലജ്ജ കൂടാതെ മുട്ടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ലജ്ജ കൂടാതെ, മടി കൂടാതെ മാടി കൂടാതെ, മടി കൂടാതെ. അപ്പൊ നമുക്ക് ഒരു മടിയും വേണ്ട. ദൈവസന്നിധിയിൽ കർത്താവിനോട് ചോദിക്കുന്നത് കൊണ്ട് ഒരു മടിയും വേണ്ട. ഇങ്ങനെ പറയണം, അപ്പൊ ഞാൻ ഇതിന് അവകാശിയാണപ്പാ. ആ സ്നേഹിതന്റെ വീടിന്റെ അകത്തിരിക്കുന്ന അപ്പം, ആ അപ്പം കിട്ടുമെന്ന് ഉറപ്പാ. സ്വർഗത്തിലിരിക്കുന്ന നിങ്ങളുടെ അത്ഭുതം കിട്ടുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറപ്പ് എന്നാണെന്നറിയാവോ? യേശു ക്രിസ്തു ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി. ഇതൊക്കെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി. എന്തിനാണ് കർത്താവ് ഒരു കന്യകയായ സ്ത്രീയെ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ ആവശ്യമാണ്. ബൈബിൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, ആദത്തിൻ്റെ തലമുറയിൽ നിന്നും വരുന്ന ഒരു ജനറേഷൻ അല്ല വേണ്ടത്. ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല ദൈവത്താൽ അത്ര യേശു ജനിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങി, നോക്കിയേ, നമ്മളെ വിലയ്ക്ക് വാങ്ങി നാം പുത്രനാകേണ്ടതിന്. എന്നിട്ട് പുത്രനായതിനു ശേഷം ബൈബിൾ പറയുന്നു, നിങ്ങൾ 7-ാം വാക്യം നോക്കിയേ, അങ്ങനെ നീ ദാസനല്ല പുത്രനത്ര. എൻ്റെ കൂടെ പറഞ്ഞ, ഞാൻ ഇനി ദാസനല്ല പുത്രനാന്ന് പറ. നിങ്ങൾ പുത്രിയാന്ന് സ്ത്രീകൾ സഹോദരിമാർ പറ. ആമേൻ. ഇനി നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കും, പലരും പറയത്തില്ല, ബ്രദറെ ഞാൻ സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞുകൊണ്ട് നിലവിളിയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദാവീദ് രാജാവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, അങ്ങനെ പലയിടങ്ങൾ. അതെല്ലാം ദാസന്മാരാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങി, അവർക്ക് കിട്ടാത്ത വലിയ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ ബൈബിൾ പറഞ്ഞു, നിങ്ങൾ ദാസനല്ല. നോക്കിയ വാക്യം നോക്കിയേ, 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ, ദാസനല്ല പുത്രനാണ്. എന്നാ വ്യത്യാസമാ നോക്കിക്കേ. ദാസനും പുത്രനും ഒരിക്കലും ചേരത്തില്ല. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് തലമുറകൾ ഉണ്ടെങ്കിൽ, തലമുറകൾ ആ തലമുറയും നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്ന, ആ പറമ്പിൽ പണിക്ക് വന്ന, വീട് പണിയാൻ വേണ്ടി വന്ന ജോലിക്കാരൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അല്ലേ? ഒരിക്കലും തമ്മിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഒരിക്കലും ആ വന്നിരിക്കുന്ന ജോലിക്കാരനെ പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? നിങ്ങളുടെ വീട്ടിൽ അവകാശിയാക്കത്തില്ല. ഇത്രത്തോളം വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം.
ദാസനെ പോലെ പ്രാർത്ഥിച്ചാൽ ദാസനുള്ളത് കിട്ടുമെങ്കിൽ പുത്രനെ പോലെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പുത്രൻ എന്ത് ചെയ്യണ്ട? പുത്രൻ പ്രാർത്ഥിക്കണ്ട, പകരം പുത്രൻ അവകാശങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ലജ്ജ കൂടാതെ ചോദിക്കണം. അവിടെ ആ വാക്ക് ശരിക്കും പറഞ്ഞാൽ ലജ്ജ എന്നൊരു വാക്കല്ല, മടി കൂടാതെ ദൈവത്തോട് ചോദിക്കാനാണ് പറഞ്ഞത്. മടി കൂടാതെ. അത് നമ്മൾ പറയത്തില്ലേ, ഇപ്പം നിങ്ങളിപ്പം ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഒരു സഹായം ചോദിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് എന്തുവാ? ഒരു പരിചയമില്ലാത്ത ഒരാളോട് നിങ്ങൾ എങ്ങനെയാ ചോദിക്കുന്നത്? നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? ഒരു പരിചയവുമില്ല. നിങ്ങളിപ്പോൾ എറണാകുളത്ത് വന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് തിരുവനന്തപുരത്തോട്ടോ കണ്ണൂരോട്ടോ പോകാൻ വണ്ടിക്കൂലിയില്ല, പേഴ്സ് കാണാതെ പോയി, മറന്നു വെച്ചു, എവിടെയോ മറന്നു വെച്ചു, പൈസ കാണുന്നില്ല. അവിടെ നിങ്ങൾ നല്ല ടിപ്പ് ടോപ്പിലൊക്കെയാണ് വന്നത്, പക്ഷേ തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ല. അപ്പോൾ കവലെ നിൽക്കുന്ന ഒരു മാന്യനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സഹോദരി അവിടെ നിൽക്കുക, നിങ്ങൾ ആ വ്യക്തിയോടൊക്കെ പോയിട്ട് ദേ ഒരു 500 ഇങ്ങ് തന്നേ എന്ന് പറയുവോ, അതോ നിങ്ങൾ എന്ത് ചെയ്യും? മടിച്ച് ഇച്ചിരി ലജ്ജയോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും തോന്നരുത് കേട്ടോ, എനിക്കൊരു 100 രൂപ തരാമോ? ഒരു ലജ്ജ നമുക്ക് വന്നില്ലേ? ഒരു മടി നമുക്ക് വന്നില്ലേ? അപ്പൊ നമുക്കകത്തൊരു എന്താ പറയുന്നത്, ആ ഒരു ജാള്യത വന്നില്ല. കാര്യം ഒരു മുൻപരിചയം ഇല്ലാത്തൊരു ചിലപ്പോൾ അയാൾ ചിലപ്പോൾ ഒച്ച വെച്ചേക്കാം, ഈ നാണമില്ല നിങ്ങൾക്ക് ഇത്രയും രാവിലെ ഒരുങ്ങി വന്നിട്ട് കാശില്ലാതെയാണ് കവലെ വന്ന് നിൽക്കുന്നത്, ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം അല്ലേ? അപ്പൊ നമുക്കൊരു ലജ്ജയുണ്ട് ചോദിക്കാൻ, ഒരു മടിയുണ്ട് ചോദിക്കാൻ. എന്നാൽ ഈ വചനത്തിൽ നിങ്ങൾ വാക്യം നോക്കി, ഈ സ്നേഹിതന് ലജ്ജയില്ല. നിങ്ങൾ ഈ വാക്യം നോക്കിയേ, ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ ലജ്ജ കൂടാതെ മുട്ടുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ലജ്ജ കൂടാതെ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ലജ്ജയില്ല. ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയോട് ഒരു 100 രൂപ തരാവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തലയൊക്കെ ചൊറിഞ്ഞു, ശോ നാണക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടല്ലേ ചോദിക്കുന്നത്. പക്ഷെ ഈ കൂട്ടുകാരൻ ഒരു ലജ്ജയുമില്ല. അതിൻ്റെ കാര്യം എന്നറിയാവോ? ഇവൻ അറിയാം എൻ്റെ സ്നേഹിതൻ എന്നാ തിരക്കാണെങ്കിലും, ഇനി കുഞ്ഞുങ്ങൾ അവനെ വട്ടം പിടിച്ചേക്കുവാണെങ്കിലും, അവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി കിടന്നാലും ഞാൻ വിളിച്ചാൽ അവൻ ഇറങ്ങി വരും. ഇതാണ് ദൈവരാജ്യത്തിലുള്ള പുത്രന്മാരുടെ ഉറപ്പ്. എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എനിക്ക് അവകാശങ്ങളെ അനുഭവിക്കുവാൻ എന്നെ ഇടയാക്കും. ഇപ്പോൾ ഒരു ലജ്ജ, ഇപ്പം നിങ്ങൾക്ക് ലജ്ജ എന്നുള്ള വാക്കിൻ്റെ ഒരു മീനിങ് മനസ്സിലായോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് പറയുന്ന സമയത്ത് ഈ ദൈവരാജ്യം വന്നിട്ടില്ല. ഉടനെ ശിഷ്യന്മാർ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് പത്രോസ്ലീഹ പറയുക, അപ്പാ എനിക്ക് വല കീറുമാറ് നന്മ തരണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ ഇല്ലയോ? നിങ്ങൾ പറ. അവിടെ നിന്നുകൊണ്ട് അപ്പാന്ന് വിളിച്ചാൽ വല്ലതും കിട്ടുമോ? എന്തുകൊണ്ട്? അപ്പനായിട്ടില്ല. മനസ്സിലായി? അപ്പനായിട്ടില്ല. അപ്പൊ യേശുക്രിസ്തു ഇത് മൊത്തം അപ്പൊ കർത്താവ് വല കീറുമാറ് നന്മ കൊടുത്തോ? അതിങ്ങനെ കാണിച്ചു കൊടുക്കുക. ദൈവരാജ്യം വന്നാൽ ഇതേപോലെ വല കീറുമാർ. തെളിവെന്നാ ബ്രദർ ഈ പറയുന്നതിനെല്ലാം തെളിവെന്തുവാ? നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ മാത്രം മതി. അവൻ എണീറ്റ് വന്ന് അവന് വേണ്ടുവോളം കൊടുത്തു. കണ്ടോ? ആദ്യം പറഞ്ഞു എണീറ്റ് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആള് വേണ്ടുവോളം കൊടുത്തു, ആവശ്യം അധികം കൊടുത്തു. അങ്ങനെ തന്നെയാണ് മറ്റു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിക്കുന്നത് എൻ്റെ പിതാവ് തരും. ഒരു ലജ്ജയും വേണ്ട, ഒരു ഫോർമാലിറ്റിയും വേണ്ട. ധൈര്യത്തോടെ പറ. ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഭാരപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിലെ വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, നിങ്ങളുടെ രോഗവിഷയമൊക്കെ ഓർത്ത് എൻ്റെ കർത്താവെ ഞാൻ എന്നാ ചെയ്യും ഒന്നും പറയണ്ട. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് മറുപടി വേണപ്പ, ഞാൻ അവകാശിയാണപ്പ. അങ്ങനെ പറ. എൻ്റെ കൂടെ പറ, ഞാൻ അവകാശിയാന്ന് പറ. പ്രാർത്ഥിക്കുമ്പോൾ ഈ ശബ്ദം മുഴങ്ങണ്ട. ഞാൻ അവകാശിയാന്ന് പറ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, സ്വന്തമായിട്ട് വീടുള്ളവരുണ്ട്? സ്വന്തമായി വീടുള്ളവര്? എൻ്റെ പേർക്ക് അത് ഫ്രീ ആയിട്ട് എഴുതി തരാൻ തയ്യാറായ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പേർക്ക് ഫ്രീ ആയിട്ട് എഴുതി തരാൻ വേണ്ടി ഉള്ള ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഉണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ പറ. ആരും മിണ്ടുന്നില്ല. തരുമെന്നാണോ തരത്തില്ലെന്നാണോ? മ്യൂട്ട് ആയതുകൊണ്ടാണോ? ഓ സോറി, മ്യൂട്ടല്ലേ. ഓക്കെ, തരുമെന്നാണോ തരത്തില്ലെന്നാണോ?
നിങ്ങൾ തരത്തില്ല. അപ്പൊ തരത്തില്ല. കാരണം എന്തുവാ? നിങ്ങൾ തരാത്തതിന്റെ കാരണം എന്തുവാ? നിങ്ങളുടെ അവകാശമാണ്. വെറുതെ ഒരാൾ വന്നിട്ട് എന്റെ പേർക്ക് എഴുതി തരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? തരത്തില്ല. നിങ്ങൾ പറയും ഇതെന്റെ പിതാക്കന്മാർ എനിക്ക് അവകാശമായി തന്നതാണ്, ഞാൻ തരത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇതാണ് അവകാശം, നിങ്ങൾക്കുള്ളതാണ്. അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്, സൗഖ്യം നിങ്ങൾക്കുള്ളതാണ്, സമാധാനം നിങ്ങൾക്കുള്ളതാണ്. യേശു ഇത് നേടിത്തരാൻ വേണ്ടിയാണ് സ്ത്രീയിൽ നിന്നും കർത്താവ് ജനിച്ചത്. ഒന്നാലോചിക്കുക, സ്വർഗത്തിൽ സകല മഹിമയിലും വസിച്ച രാജാക്കന്മാരുടെ രാജാവ്, സകല പ്രപഞ്ചത്തെയും കാഴ്ചവട്ടിലാക്കി വെച്ചിരിക്കുന്നയാള്, ദൂതന്മാരുടെ മീതെ വസിക്കുന്നവൻ, എബ്രായ ലേഖനം പറയുന്നു സ്വർഗത്തേക്കാൾ ഉന്നതനായ സാക്ഷാൽ ദൈവം, ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു കന്യകയുടെ ഉദരത്തിൽ ബൈബിൾ പറയുന്നു തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ചത്, എന്നെ ദാസനായി എന്നെ വിലയ്ക്ക് വാങ്ങി അവകാശിയും പുത്രനും ആക്കാൻ വേണ്ടിയാ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് കരയുക, എൻ്റെ കർത്താവ് എൻ്റെ വിഷയങ്ങൾ വല്ലതും മാറും, അവകാശിയെ പോലെ വർത്താനം പറ. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മുട്ട ചോദിച്ചാൽ തേള് കൊടുക്കുന്ന അപ്പനല്ല കേട്ടോ, മുട്ട ചോദിച്ചാൽ വേണ്ടുവോളം കൊടുക്കുന്ന അപ്പനാണ് നിങ്ങളുടെ പിതാവ്. ഈ പിതാവിൻ്റെ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് മുതലൊന്ന് ചോദിച്ചാപ്പാ, അപ്പൊ എനിക്ക് സമാധാനമില്ലാതെ ഞാൻ വട്ടുപിടിച്ച് നടക്കുവാപ്പാ, എനിക്ക് സമാധാനം വേണപ്പാ, സമാധാനം എൻ്റെ അവകാശമാണപ്പാ. അങ്ങനെ ഒന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അത്ഭുതത്തിന് നിങ്ങളുടെ വീട്ടിൽ കയറാതിരിക്കാൻ പറ്റത്തില്ല, അസാധ്യം മാറാതിരിക്കാൻ പറ്റത്തില്ല, ദൈവപ്രവർത്തിക്ക് നിങ്ങളെ തൊടാതിരിക്കാൻ കഴിയത്തില്ല. നന്ദി കർത്താവ്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് വിളിച്ചു വരുത്തിക്ക്. തലമുറയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ഉദരത്തിൽ കൈവച്ചിട്ട് പറ, എനിക്ക് തലമുറകൾ വേണം അപ്പ എന്ന് പറ. അവകാശമാ, തലമുറകൾ ദൈവം തരുന്ന അവകാശമാണ്, മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. പറ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ, വേദനയല്ല. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി മക്കൾക്ക് ഒരുക്കി വെച്ചേക്കുന്ന വേദനയല്ല, സൗഖ്യവും ആരോഗ്യവും എൻ്റെ അവകാശമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന കണ്ടിട്ട് കരയാൻ വേണ്ടി അല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, തലമുറകളുടെ ദൈവമാണ് എൻ്റെ പിതാവ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. പറയണം, ഞാനും എൻ്റെ അച്ചായനും തലമുറയെ ഒരുമിച്ച് ഞങ്ങൾ സൂം പ്രാർത്ഥനയിൽ വരുമെന്ന് പറ. ഒന്ന് പ്രവചിക്കുക, യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുക. ഞങ്ങൾ സ്വന്തമായി ഭവനത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറ. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ ആ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈയെടുത്ത് വെച്ച്, ഇപ്പോൾ സൗഖ്യത്തിൻ്റെ സമയമാണ്. ആ വേദന വേരോടെ നമ്മൾ പറിച്ചു മാറ്റാൻ വേണ്ടി പോവുക. ആ രോഗത്തെ വേരോടെ ഇപ്പോൾ പറിച്ചു മാറ്റാൻ വേണ്ടി പോവുക. കൈ എടുത്ത് വെച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്. പറ, ഇപ്പോൾ ഞാനത് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ മേലേക്ക് സ്വീകരിക്കുന്നു പറഞ്ഞ്. ഇത് അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. ആ വേദനകൾ മാറുന്നു, രോഗങ്ങൾ മാറുന്നു, ആന്തരിക അവയവങ്ങൾ പുതിയതവിടെ ഉണ്ടായി വരാൻ വേണ്ടി പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, കരൾ മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥാനത്ത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ തക്കവണ്ണം ആ സഹോദരി പറഞ്ഞ് പുതിയ കരളിന് വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ മാറ്റിവെക്കണമെന്ന് പറഞ്ഞ കരൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയണമെങ്കിൽ ഇത് അത്ഭുതമാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതത്തിനായി നന്ദി കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് ഇറങ്ങുന്നല്ലോ. ആ വേദനകൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു, ആ രോഗങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു, ആ സകല നിരാശകൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു. മനസ്സിൻ്റെ അകത്തൊരു ഇന്നർ പീസ് ഉണ്ടാകുക, ഹൃദയത്തിൻ്റെ അകത്തെ മുറിവുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. വലിയൊരു മനസ്സമാധാനം, കണ്ണൊന്ന് അടച്ച് വലിയൊരു സമാധാനം ഉള്ളത്തിൽ നിറയുക. അമൂകമായി നിന്ന അവസ്ഥകൾ, ഭാരമായി നിന്ന അവസ്ഥകൾ, രാത്രിയാകുന്ന സമയത്ത് ഭയങ്കര നിരാശയാണ്, ഭയങ്കര ഭാരമാണ്, ഭയങ്കര ഒറ്റപ്പെടലാണ്. 100 പേരുടെ ഇടയിൽ നിന്നാലും ഭയമാണ്, ഭാരമാണ്, ഒറ്റപ്പെടലാണ്, നിരാശകളാണ്. അതെല്ലാം ഇപ്പം മാറിപ്പോവുക. ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. സകല പിശാചുക്കളും കുടുംബം വിട്ട് മാറുകയാണ്. രോഗശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടു മാറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നല്ലോ. എൻ്റെ യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു അമ്മയുടെ മാല, മരിച്ചുപോയ അമ്മയുടെ മാല, സ്വർണ്ണമാല കഴുത്തിലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക.
ഞാൻ ആ മാല എടുത്തു കാണിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കർത്താവിൻ്റെ ഒരു വാക്ക് പറയുന്നു, ആ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക്, ആ മാല അണിഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ഒരു സഹോദരനും കൂടെ ഉണ്ട്. അത് മൂത്തയാളാണ്. ആ വ്യക്തിക്കും നിങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തി കർത്താവിൻ്റെ ഒരു വാക്ക് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ മണ്ണിനോട് മല്ല് പിടിച്ച് നിൽക്കുന്ന സകല വിഷയത്തിൻ്റെ മേൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ആ കുടുംബം വിടുതൽ പ്രാപിക്കട്ടെ. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ യേശുവെ, എൻ്റെ കർത്താവെ, അങ്ങയുടെ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായി വരട്ടെ അപ്പ. അങ്ങയുടെ അത്ഭുതം ഇന്നവിടെ ഉണ്ടായി വരട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, സൗഖ്യദായകനായ കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ വലിയ മഹത്വം പറഞ്ഞു. ബ്രദറെ, ഞാനാണ്. സിസ്റ്ററാണ് ഇപ്പൊ പറഞ്ഞ ആള്. അതെ അതെ ഈ പറഞ്ഞ അടയാളം എല്ലാം സിസ്റ്ററെ ബന്ധപ്പെട്ടാണോ? അതെ അതെ ബ്രദറെ. സിസ്റ്റർ ഏറ്റെടുത്തു. ഇന്ന് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വാക്ക് പറയും, ഇനിയും ചില അവകാശങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോകട്ടോ. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു വെളിച്ചം വീശുന്നത് പോലെ കർത്താവിനോട് പറഞ്ഞ് കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത മഹാഭാഗ്യങ്ങളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകണം. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ. യേശുവെ നന്ദി കർത്താവെ. സകല പ്രതികൂലങ്ങളും മാറട്ടെ, സകല പ്രതികൂലങ്ങളും മാറട്ടെ. ഈ ദിവസങ്ങളിൽ നിരാശപ്പെട്ട വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുതം എന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്ന കർത്താവെ, അങ്ങയുടെ സ്വസ്ഥത പ്രിയമകളുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങട്ടെ അപ്പ. ആരാധന യേശുവേ. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ, ഞങ്ങളിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു പോൾസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുക. ഞാൻ ഈ പോൾസന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നു, ഞാൻ ആ വ്യക്തി വലിയ സങ്കടത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കും. പോൾസൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിയോഗം തരികയാണ്. ആ വ്യക്തി നശിച്ചു പോകാതെ, തകർന്നു പോകാതെ ദൈവത്താൽ ഇന്ന് ആ മകൻ ഒരു അനുഗ്രഹമാകുവാൻ ദൈവം ഇടയാക്കട്ടെ. ആ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് പരാജയങ്ങൾ, പിന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, തലമുറകളിലേക്ക് കൈമാറി വന്നിരിക്കുന്ന സകലവിധമാകുന്ന നിരാശയുടെയും തകർച്ചയുടെയും ആത്മഹത്യയുടെയും പിശാചുക്കൾ ആ കുടുംബം വിട്ട് ഇപ്പോൾ തന്നെ മാറിപ്പോകുന്നു. ഞങ്ങളിന്ന് പോൾസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ച് കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലപ്പ. ഇപ്പോൾ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ, എല്ലാ നിരാശകളും തകർച്ചകളും ആ കുടുംബത്തിൽ നിന്ന് മാറി, മരണം നീങ്ങി ജീവൻ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത്, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അപ്പ. കർത്താവെ, ഞങ്ങൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരു മോനെ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അവനെ കുരുക്കുവാൻ നോക്കുന്ന സകലവിധമാകുന്ന ബന്ധങ്ങളിൽ നിന്നും കർത്താവ് അവനെ വിടുവിക്കാൻ വേണ്ടി പോവാണ്. ആ വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. കർത്താവെ, ഇന്ന് ആ മകനെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. അവൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സകല പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം വിഷ്ണുവിനെ സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന് അധികാരമുള്ള മോനാണ് വിഷ്ണു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സകലവിധമാകുന്ന കുരുക്കാൻ നോക്കുന്ന ബന്ധങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞാനെന്ന് അനുഗ്രഹിക്കുന്നപ്പ. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരു സ്ഥലം കാണിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ അകത്ത് അതൊരു 16.5 സെൻറ്റ് സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലം മുറിച്ച് 2ആയി വീതിച്ചിട്ടിരിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് കൈവശം വരുന്ന ആളുകൾക്ക് സമാധാനം കൊടുക്കാത്തൊരു സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അവകാശത്തിൻ്റെ അകത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് അത് അനുഭവിക്കുവാൻ പാകത്തിൽ അത് നന്മയായി തീരട്ടെ, അത് നന്മയായി തീരട്ടെ. ഇപ്പോൾ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിൻ്റെ മേലുള്ള എല്ലാ കണ്ണുനീരുകളും നീങ്ങി, എല്ലാ അസ്വസ്ഥതകളും നീങ്ങി കർത്താവിൻ്റെ സാക്ഷ്യമായി ആ ഭവനം മാറട്ടെ. ദൈവത്താൽ ഒരു അനുഗ്രഹമായി ആ ഭവനം മാറട്ടെ. ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ
കർത്താവിൻ്റെ സമാധാനം ആ ഭവനത്തിൻ്റെ മേലുണ്ടാകട്ടെ. അതിൻ്റെ അവകാശികൾ സ്വസ്ഥതയോടെ കിടന്നുറങ്ങട്ടെ അപ്പ. ഞങ്ങളിത് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങളത് അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഈ നിമിഷം തന്നെ ആ കേൾക്കുന്ന വ്യക്തി ഏതാണ്? എന്റെ സ്ഥലമാണത്. ബ്രദറിന്റെ സ്ഥലമാണത്. ആ സ്ഥലത്ത് ഞാൻ ഒരു കെട്ടിടം വെച്ചിട്ട് ഇന്നവരെ സ്വസ്ഥത കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കിടക്കണ. ഇന്നത് അത്ഭുത ബ്രദറെ, ഇന്നത് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്ത് ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു പറഞ്ഞാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ സമാധാനം പ്രിയ മകന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അപ്പ. കർത്താവ് വസ്തുവിന്റെ മേൽ കിടക്കുന്ന എല്ലാ കണ്ണുനീരുകളും ആരുടെ കയ്യിലോട്ടാണോ അത് വരുന്നത്, അവരുടെ ജീവിതത്തിന്റെ അകത്ത് സ്വസ്ഥത ലഭിക്കാത്ത അനുഭവങ്ങൾ ഇപ്പോൾ ഞങ്ങളിത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി യേശുവി, നന്ദി കർത്താവി. ഞങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയാണ്. ഇന്ന് അതുപോലെ ഒന്ന് പറഞ്ഞു, ഞാൻ അവകാശിയാണ്. സന്തോഷത്തിനും സമാധാനത്തിനും സൗഖ്യത്തിനും ഉയർച്ചയ്ക്കും യേശു എന്നെ അവകാശിയാക്കേണ്ടതിനാണ് ഭൂമിയിലേക്ക് കർത്താവ് ജനിച്ചത് തന്നെ. യേശുവെ നന്ദി കർത്താവി. ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞാനൊരു അയൽവക്കത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ വ്യക്തിയുടെ അയൽവക്കത്ത് താമസിക്കുന്ന വ്യക്തിയുടെ പേര് സുശീല എന്ന് പറയുന്ന ഒരു മാതാവ് ഉണ്ടായിരുന്ന ഒരു ഭവനമാണത്. ആ ഒരു അയൽവക്കത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഉണ്ടാകുവാൻ ദൈവം ഇന്ന് ആ വ്യക്തിയെ കർത്താവ് ഉപയോഗിക്കുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട അയൽവക്കം ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ദൈവം നിങ്ങളെ പറയാൻ വേണ്ടിയാണ് വീട്ടുമാറ്റിയത്. ഫ്രണ്ടില് ഒരു സുശീല എന്ന് പറഞ്ഞ ഒരു ചേച്ചി താമസിക്കുന്നുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി പോയി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. അവരെ അനുഗ്രഹിക്കുവാൻ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളൊരു അനുഗ്രഹമായിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ഇടയാക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ചാട്ടെ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടട്ടെ. ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ തുറന്നു വരട്ടെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവ് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. സാക്ഷ്യമാകട്ടെ, അത്ഭുതമാകട്ടെ. സകല പ്രതികൂലങ്ങളും നീങ്ങി ക്രിസ്തുയേശുവിൻ്റെ അത്ഭുത സാക്ഷ്യമായിട്ട് നീങ്ങട്ടെ കർത്താവേ. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചിന്ന് അനുഗ്രഹിക്കുന്നപ്പ. അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലപ്പ. അങ്ങ് ഞങ്ങളെ സകലത്തിലും സാക്ഷ്യമാക്കുന്നല്ലോ. ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നപ്പ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യത്തെ സ്വീകരിച്ച് ഇന്ന് മിറക്കിൾ മണി സ്വീകരിച്ചാട്ടെ. ആ ഞെരുക്കത്തിൻ്റെ മേൽ വിശാലതയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. എല്ലാ നിരാശകളെയും ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. ഹാലലൂയ, ഹാലലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അങ്ങ് സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കർത്താവ് എന്നെ ഇങ്ങനെ ഒരു വാക്ക് കാണിക്കുകയാണ്. അതായത് ഒരു മോതിരം ഊരി ആ മോതിരം പേഴ്സിൻ്റെ അകത്ത് ഇട്ടിരിക്കുക. ആ പേഴ്സിൻ്റെ അകത്ത് മോതിരം കിടക്കുന്ന അതിൻ്റെ അകത്ത് തന്നെ എന്നെ കാണുന്നൊരു കുറേ ചില്ലറ പൈസയ്ക്ക് ഇടയിലോട്ടാണ് ഈ മോതിരം കിടക്കുന്നത്. ആ ഒരു മോതിരം അതിൻ്റെ അകത്ത് കിടക്കുമ്പം എന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് സ്വർണം കൊണ്ടുള്ള മോതിരമല്ല. അതൊരു എന്താ പറയുന്നത്, ആ സ്വർണം പോലെ തന്നെ ഇരിക്കുന്ന ഒരു മോതിരമാണ്. കുറേ ചില്ലറ പൈസയ്ക്ക് അകത്തോട്ട് അത് കിടക്കുവാണ്. ആ ഒരു ബാഗ് കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ആ വ്യക്തിയുടെ ഞാൻ കാണുന്ന ഒത്തിരി നടന്നും ഓടിയും തളർന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് ഒരു വാക്ക് വളരെ സ്വസ്ഥമായി ദൈവം ഇരുത്തി ദൈവത്തിൻ്റെ നന്മകളെ ദൈവം കാണിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ആ വ്യക്തിയെ നോക്കി കർത്താവ് പറയാൻ വേണ്ടി പറയുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ ആ വ്യക്തിയുടെ മേൽ വലിയൊരു സമാധാനം അവിടെ ഉണ്ടാകട്ടെ. വലിയൊരു സ്വസ്ഥത ഇപ്പോൾ തന്നെ ആ ശരീരത്തിൻ്റെ മേലേക്കും ജീവിതത്തിൻ്റെ മേലേക്കും ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നപ്പോൾ കർത്താവിൻ്റെ നന്മ അവിടെ തുറക്കട്ടെ. പ്രതികൂലമായി നിൽക്കുന്ന സകലതും മാറി ദൈവത്താലുള്ളൊരു അനുകൂലമായ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സിന്ധു ആണ് ട്രിവാൻഡ്രത്തുനിന്ന്. സിസ്റ്ററുടെ ബാഗിലാണോ അങ്ങനെ ഇരിക്കുന്നത്? ബാഗ് പേഴ്സില് ഞാൻ ചില്ലറ പൈസയുടെ ഇടയില് ഒരു കൊച്ചു മോതിരം ഊരി ഞാൻ ഇങ്ങനെ സൈഡിൽ ഇട്ടിട്ടുണ്ട്.
ജസ്റ്റ് അത് സ്വീകരിച്ചു, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. കർത്താവ് വലിയൊരു സ്വസ്ഥത ദൈവം വരുത്താൻ വേണ്ടി പോവാണ്. ദൈവം വലിയൊരു സമാധാനം തരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞത് മതി. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവരാജ്യത്തിന്റെ നന്മ അവിടെ ഉണ്ടാകട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ സംഭവിക്കട്ടെ. ഞാൻ മറ്റൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഒരു പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിലുണ്ടായിരുന്ന ഒരു പിതാവിനെ കർത്താവ് എന്നെ കാണിക്കുക. പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ടൈപ്പ് ഒരു റേഡിയോ, ആ റേഡിയോ കർത്താവിനെ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ആ റേഡിയോ ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുറിയിലെ ഒരു മൂലയ്ക്ക് കുറേ എന്താ പറയുന്നത്, ഈ പുസ്തകങ്ങളും തുണികളും ഒക്കെ ഇടയ്ക്കായിട്ട് അതിങ്ങനെ ഒരു പുരാവസ്തു പോലെ ഇപ്പോൾ റേഡിയോ ആ ഒരു മുറിക്കകത്തിരിക്കുവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ മുറി ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ കുടുംബത്തിൻ്റെ അകത്തൊരു തലമുറയാണ് ആ മുറി ഉപയോഗിക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മുറിക്കകത്ത് ഇപ്പോൾ താമസിക്കുന്ന തലമുറയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താലുള്ള ഒരു അനുഗ്രഹം ആ തലമുറയുടെ മേൽ വെളിപ്പെടട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇന്ന് ലൈവ് കാണുന്ന വ്യക്തി ആയിക്കോട്ടെ, ഇപ്പം തന്നെ ആ റൂം അരിച്ചു പെറുക്കുക. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ആലോചനയെ സ്വീകരിക്കുക. പ്രത്യേകിച്ച് ആ തലമുറയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ദൈവം ആ മകനെ ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. പിതാക്കന്മാർക്ക് കഴിയാത്തതിനെ, പിതാക്കന്മാർക്ക് ലഭിക്കാത്തതിനെ ദൈവത്താൽ ഒരു അനുഗ്രഹ സാക്ഷ്യമാക്കി സ്വർഗത്തിലെ ദൈവം അവിടെ മാറ്റാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ സാക്ഷ്യം ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന തലമുറ മേൽ തുറന്നു വരട്ടെ. അപ്പം സകല നിന്ദകളും മാറി, സകല പരിഹാസങ്ങളും മാറി. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. അപ്പം അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ എന്നെ കാണിക്കുന്നു. 2008 വിദേശത്തേക്ക് പോയിട്ട് ഒന്നും നന്മയും കാണാതെ മടങ്ങി വന്ന ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തി കുറേ അലഞ്ഞു, പിന്നീട് പലതവണ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. 2008 പോയതാണ്. പിന്നീട് അത് ഒരു വട്ടം ട്രൈ ചെയ്തെങ്കിലും അത് സക്സസ് ആകാതെ വന്നു. വലിയ നിരാശയിലൂടെ കടന്നു പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടെ ചിന്തിച്ചു, ഏതെങ്കിലും എവിടെയെങ്കിലും പോയി എനിക്കിന്ന് രക്ഷപ്പെടണമെന്ന് വല്ലാതെ ദൈവസന്നിധിയിൽ സങ്കടത്തോടെ ഭാരത്തോടെ പറഞ്ഞൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതുകൊണ്ട് പറയുന്നു, ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു വാക്ക് പറയുന്നു, ഒരു സ്ഥലത്തും പോകാതെ തന്നെ കർത്താവോട് പറയുന്നു, ദൈവത്താലുള്ള നന്മകളെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് തുറക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത വരുത്തുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ സമൃദ്ധി അവിടെ തുറക്കട്ടെ, ഉയർച്ച അവിടെ തുറക്കട്ടെ. സകല പ്രതികൂലങ്ങളുടെ മേലും ദൈവത്തിൻ്റെ സാക്ഷ്യമായി അത് തീരട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ അത്ഭുത വിടുതൽ സംഭവിക്കുന്ന നന്ദി പറയുന്നപ്പോൾ, അത്ഭുത സാക്ഷ്യം അവിടെ സംഭവിക്കുന്ന നന്ദി പറയുന്നപ്പോൾ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്ന കർത്താവെ, വലിയ ദൈവിക സ്വസ്ഥതയ്ക്കായി നന്ദി പറയുന്നു, വലിയ ദൈവിക അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നപ്പോൾ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നന്ദി പറയാം. സമയം നമുക്ക് മുന്നോട്ട് പോയി. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരൊക്കെ കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പറ, കർത്താവെ, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്, അനുഗ്രഹം എൻ്റെ അവകാശമാണ്, സാമ്പത്തിക ഉയർച്ച എൻ്റെ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തേ. സാമ്പത്തിക ഉയർച്ച എൻ്റെ അവകാശമാണ്. ഇപ്പോൾ തന്നെ ആ വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ കണ്ണുകളുടെ കാഴ്ച വർദ്ധിച്ചിരിക്കുന്നു, ആ കാതുകളുടെ കേൾവി വർദ്ധിച്ചിരിക്കുന്നു. ബൈബിൾ പറയുന്നത് പോലെ മുടന്തൻ തുള്ളും, ചെകിടൻ സംസാരിക്കും, ഊമൻ സംസാരിക്കും, ചെകിടൻ കേൾക്കും, മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നപ്പോൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതം ആ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. ഈ നിമിഷം ഒന്ന് ചെക്ക് ചെയ്താട്ടെ, വേദന അവിടെ ഇല്ല, രോഗം അവിടെ ഇല്ല, അത് പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. അസ്ഥികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ സൗഖ്യം വന്നിരിക്കുന്നു. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊട്ട് വിടിവിക്കുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ, അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ.
ഹലോ ബ്രദറെ, പറഞ്ഞു ഹലോ, ഞാന് യു.എന്നാണ്, പറഞ്ഞു റാണിയാണ്. സിസ്റ്റർ. ആ ആ എന്റെ മകളുടെ ഡെലിവറിക്ക് വേണ്ടി ഞാൻ യു.എ വന്നതാണ്. ഉം, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് പൈൽസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം അവൾക്ക് മോശം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിന്റെ തിരുമുറിവിനാല് എന്റെ പൈൽസിന്റെ രോഗത്തിന് സൗഖ്യം ലഭിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ബാത്റൂമിന്റെ വാതിൽക്കൽ നിന്നും മകളുടെ തലയിലെ കൈവെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവൾ ഇപ്പം 2 ദിവസമായിട്ട് ഒരു കുഴപ്പമില്ലാതെ മോശം പോകാനായിട്ട് അവർക്ക് സാധിച്ചു. ദൈവത്തിന് നന്ദി. നന്ദി കർത്താവ്. യേശുവിന്റെ നന്ദി കർത്താവ്. റിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് അവസ്ഥയിലായിരുന്നു. പക്ഷെ കർത്താവിന്റെ വചനം പഠിച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി വന്നാലും അത് ഉപയോഗിക്കും. ജസ്റ്റ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു. ആ മകൾക്ക് ഇന്ന് പൂർണ്ണ സൗഖ്യം വന്ന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മോഷൻ പോകാൻ ഇടയായി തീർന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, അനേകരെ സൗഖ്യമാക്കിക്കോണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു പറഞ്ഞു ഹലോ ബ്രദർ പറഞ്ഞു ഹലോ സിസ്റ്ററെ. കേൾക്കുന്നുണ്ട്, ബ്രദറെ, ഞാൻ പറഞ്ഞു. 10 വർഷക്കാലമായി ഞാൻ ഒരു പ്രാർത്ഥന വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ആ വീടിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയായിരുന്നു. പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് മടുത്തു. ഈ പ്രാവശ്യം അതെനിക്ക് പാസ്സാക്കി തന്നു. എൻ്റെ പെരയുടെ ബാക്കി കുറച്ച് പണികളൊക്കെയും ചെയ്തെടുത്ത് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. നന്ദി കർത്താവ്. റിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 10 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ഭാരമായ പ്രാർത്ഥനാ വിഷയമാണ്. ദൈവം അതിന്റെ മേൽ നീക്കുപോക്ക് കൊടുത്തതിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിന് നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ, ഞാനൊരു സാക്ഷി പറയട്ടെ. എൻ്റെ മോനെ കൂട്ടുകാരന് ജോലിയില്ലാതെ ദുബായി കിടന്ന് 1 മാസം കൊണ്ട് വളരെ വിഷമം അനുഭവിച്ചു. പ്രാർത്ഥിക്കണേ എന്നോട് അപേക്ഷിച്ചു. ഞാൻ ആ വിഷയം വെച്ച് ശക്തമായി അവകാശത്തോടെ പ്രാർത്ഥിച്ചു. കർത്താവ് മാർച്ച് 31 ആ കുഞ്ഞിനൊരു വിസ കിട്ടണം, അവനൊരു ജോലി കൊടുത്തേ മതിയാവും എന്ന് ദൈവസന്നയിൽ വചനം പറഞ്ഞതിന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. മാർച്ച് 25 തന്നെ പുതിയ വിസ കിട്ടി. ദൈവം അവനെ അനുഗ്രഹിച്ചു. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് കർത്താവ് കൊടുത്ത അത്ഭുതത്തിന് നന്ദി പറയുന്നു. ദൈവം ചെയ്ത പ്രവൃത്തിക്ക് നന്ദി പറയുന്നു. ദൈവത്തോട് ചോദിക്കുക. കർത്താവ് ഇന്ന് കേട്ടതുപോലെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ, ആമേൻ. പറഞ്ഞു പറഞ്ഞു ഹലോ ബ്രദറെ, കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഇന്നലെ പ്രാർത്ഥന കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോയി വരുമ്പോ എനിക്ക് ഭയങ്കര വായിന്റെ ഉള്ളിലായിട്ട് ഒരു മുറിവ് പറ്റിയിരുന്നു ബ്രദറെ. അത് ഈ ഒരാഴ്ചയായിട്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഡോക്ടറൊന്നും കാണിച്ചില്ല, പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥനയിൽ സൂമിൽ കയറിയപ്പോ ബ്രദർ പറഞ്ഞ് ആ പാവം കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി ബ്രദറെ. ആമേൻ. ദൈവത്തിന് നന്ദി കർത്താവ്. പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് വേദനയാൽ മുറിവിനാൽ ഭാരപ്പെട്ടിരുന്നു. കൈയെടുത്ത് അവിടെ വെച്ചു. ആ പ്രാർത്ഥനാ സമയത്ത് പൂർണ്ണ സൗഖ്യം. ആ മുറിവുകളെ കർത്താവ് ഉണക്കി. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ?